A very good afternoon to all. Yesterday we were discussing about congenital diaphragmatic hernia. അതിൻ്റെ മാനേജ്മെൻറ്റിൽ നമ്മൾ പല സ്ട്രാറ്റജീസ് ഇന്നലെ പഠിച്ചിരുന്നു. ആൻഡ് വി were discussing about supportive positioning. So പൊസിഷനിൽ നമ്മൾ പറഞ്ഞത് the infant has to be placed with the affected side down and the unaffected side up. ഇതിൻ്റെ കാരണം എന്താ? അപ്പോൾ unaffected side മേളിലാവുമ്പോൾ the lungs will have adequate opportunity to expand well, and in order to attain maximum ventilation of the good lungs we give such a position to the baby. അപ്പോൾ എങ്ങനെ ബേബിനെ കിടത്തുക? അഫക്റ്റഡ് സൈഡ് താഴെയും അൺഅഫക്റ്റഡ് സൈഡ് മേളിലേക്കും വരുന്ന രീതിയിൽ ചെരിച്ചിട്ടാണ് ബേബിനെ കിടത്തുക. ഇനി അടുത്ത കാര്യമാണ് വി വിൽ ഓൾസോ ഗീവ് എ നെസ്റ്റിംഗ് പൊസിഷൻ ടു ദ ബേബി. നെസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കോട്ടൺ തുണി ഒക്കെ റാപ്പ് ചെയ്ത് അമ്മയുടെ വൂമ്പിൽ കുട്ടി കിടക്കുന്ന പോലെ തന്നെ ഒരു ബോർഡറൊക്കെ ഉണ്ടാക്കി കുട്ടീനെ ചെരിച്ച് ആ ഒരു ബോർഡറിൻ്റെ ഉള്ളിൽ കിടത്തുന്നതാണ് നെസ്റ്റിംഗ് പൊസിഷൻ. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും ക്ലിയർ ആയിട്ട്. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ കുട്ടി ചെരിഞ്ഞാണ് കിടക്കുന്നത്. കുട്ടിക്ക് ചുറ്റും കോട്ടൺ തുണി കൊണ്ട് ഒരു ബോർഡർ പോലെ അമ്മയുടെ വൂമ്പിൻ്റെ ഷേപ്പിൽ ഒരു ബോർഡർ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് നെസ്റ്റിംഗ് പൊസിഷൻ. സോ ഇങ്ങനെ കിടക്കുമ്പോൾ എക്സാക്ട്ലി അമ്മയുടെ വൂമ്പിൽ കിടക്കുന്ന പോലെയാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുക. സോ ദിസ് ഇസ് നോൺ ആസ് നെസ്റ്റിംഗ് പൊസിഷൻ. അപ്പോൾ ബേബിനെ ചെരിച്ചു വേണം കിടത്താനായിട്ട്. അഫക്റ്റഡ് സൈഡ് താഴെയും അൺഅഫക്റ്റഡ് സൈഡ് മുകളിലുമായിട്ട് വേണം വരാനായിട്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ബേബി ഷുഡ് ബി ലൈഡ് ഇൻ എ നെസ്റ്റിംഗ് പൊസിഷൻ where the baby is protected, or the baby is protected with the help of cotton clothes which are wrapped in the shape of womb. ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ എടുക്കുക. സോ ഒരു യൂട്രസ് അല്ലെങ്കിൽ ഒരു പ്ലാസൻ്റയുടെ ഒരു എക്സാക്ട് ഫിഗറാണ് അല്ലെങ്കിൽ ഷേപ്പാണ് ഇവിടെ വരിക. The next thing is to maintain the glucose and ionized calcium concentration within the reference range. സോ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റ്സും അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് ഷുഗറും ചെക്ക് ചെയ്യണം. ബ്ലഡ് ഷുഗർ എപ്പോഴും ഹൈപ്പോഗ്ലൈസീമിയയിലേക്കോ അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയയിലേക്കോ പോകാനായിട്ട് ഇടവരുത്തരുത്. യു ഷുഡ് മെയിൻറ്റെയിൻ ദാറ്റ് വിത്തിൻ ദ correct range, and at the same time you should also give an eye or keep an eye on the calcium concentration levels and ensure that it is also within the normal limits. The next is an adequate circulating volume is necessary to maintain right ventricular and cardiac output. സോ ഈ കുട്ടികളുടെ കാർഡിയാക് ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഹീമോഡൈനാമിക് സ്റ്റാറ്റസും ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യു ഷുഡ് എൻഷ്യൂർ ദാറ്റ് ദ ബ്ലഡ് വോളിയം ഇസ് ആഡിക്വേറ്റ്. ബ്ലഡ് വോളിയം ആഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഗീവ് ജുഡീഷ്യസ് ഫ്ലൂയിഡ് തെറാപ്പി ടു ദിസ് ബേബീസ്. സോ ദാറ്റ് ഈസ് മെയിൻറ്റെയിനിങ് an adequate circulating volume in order to have a normal ventricular filling as well as cardiac output. ഇനി അടുത്ത കാര്യമാണ് യു ഹാവ് ടു അഡ്മിനിസ്റ്റർ സർഫക്റ്റൻറ്റ് ആൻഡ് യൂഷ്വലി ഗിവൻ അറ്റ് ദ റേറ്റ് ഓഫ് 4 ml/kg. എന്തിനാണ് ഈ സർഫക്റ്റൻ്റ് കൊടുക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കുട്ടികൾ പലപ്പോഴും പ്രിമച്വറായിട്ടാണ് ജനിക്കുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ പ്രിമച്വർ ബേബീസിൻ്റെ ലങ്സ് ഫുള്ളി മച്വേർഡ് ആവുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സർഫക്റ്റൻ്റ് യൂഷ്വലി ഈ ബേബീസിന് കൊടുക്കുക. റേറ്റ് എത്രയാണ്? 4 ml/kg. The next thing is ECMO. ECMO കേട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടും ഉണ്ടാവും, which is extra corporeal membrane oxygenation. So extra corporeal membrane oxygenation or ECMO, it is a modified heart lung machine combined with a membrane oxygenator to provide cardiopulmonary support for patients with reversible pulmonary failure like PPHN. PPHN എന്ന് പറയുമ്പോൾ പെർസിസ്റ്റൻറ്റ് പൾമണറി ഹൈപ്പർ ടെൻഷൻ. സോ എക്മോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെർസിസ്റ്റൻറ്റ് പൾമണറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പൾമണറി ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് ഓക്സിജനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന പോലെ തന്നെ
കയ്യിൽ നിന്നും ബ്ലഡ് വെളിയിലേക്ക് കുത്തിയെടുത്ത് അത് ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ മാറ്റി ഒപ്പം ഓക്സിജനേഷനും കൂടെ ആഡ് ചെയ്ത് തിരിച്ച് പേഷ്യൻറ്റിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ. സോ ഇതിൻ്റെ പ്രത്യേകത, ഡയാലിസിസിൽ നമ്മൾ വേസ്റ്റ് പ്രൊഡക്ട്സ് മാത്രം മാറ്റി തിരിച്ച് പ്യൂരിഫൈഡ് ബ്ലഡ് കയറ്റുന്നു. ഇവിടെ അതിൻ്റെ ഒപ്പം ഓക്സിജനേഷനും കൂടെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓക്സിജൻ കൂടി സപ്ലൈ ചെയ്തിട്ടാണ് ബ്ലഡ് തിരിച്ച് പേഷ്യൻറ്റിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ മോഡിഫൈഡ് ഹാർട്ട് ലങ് മെഷീൻ which has a membrane oxygenator. It provides adequate oxygenation to those patients who are having reversible pulmonary failure, especially those patients with PPHN, which is persistent pulmonary hypertension. So ECMO, it is an option for infants with CDH that does not respond to conventional medical therapy. നമ്മളുടെ നോർമൽ റുട്ടീൻ കെയറിൽ CDH ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കൊണ്ട് എക്മോയിലേക്ക് ഇടുന്ന ഒരു സ്റ്റാറ്റസ് ഒന്നും നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഇല്ല. ഇവിടെ പേഷ്യൻസിന് നമ്മൾ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്തിട്ടും സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നമ്മളുടെ വൈറ്റൽ പാരാമീറ്റേഴ്സൊക്കെ വീക്കാണ് എങ്കിൽ മാത്രമാണ് നമ്മൾ പേഷ്യൻറ്റിനെ എക്മോയിലേക്ക് മാറ്റുക. സോ എക്മോ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ. ഇവിടെ ഡയാലിസിസിൽ നമ്മൾ ചെയ്യുന്ന ഫിൽട്രേഷൻ ആൻഡ് വേസ്റ്റ് റിമൂവലിൻ്റെ ഒപ്പം ഓക്സിജനേഷനും കൂടി ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ചെയ്ത ശേഷം പേഷ്യൻറ്റിലേക്ക് ബ്ലഡ് ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ECMO. It is a modified heart lung machine which is used in patients who are having reversible pulmonary failure, especially persistent pulmonary hypertension, and this is used when other conventional therapy doesn't work. That was about the medical management. Coming to the surgical management. So surgical repair consists of reducing the herniated abdominal contents from the chest and closing the defect. So surgery പറയുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മളുടെ ഡയഫ്രത്തിലുള്ള അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റിയിലേക്ക് ഹെർണിയേറ്റ് ചെയ്ത കണ്ടൻസിനെയൊക്കെ തിരിച്ച് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് വെച്ച ശേഷം നമ്മളുടെ ഡയഫ്രത്തിൻ്റെ ആ ഒരു അബ്നോർമൽ ഓപ്പണിങ്ങിനെ ക്ലോസ് ചെയ്യുകയാണ് സർജിക്കൽ മാനേജ്മെൻറ്റിൽ ചെയ്യുക. If the defect is large, a prosthetic patch is applied to repair the diaphragm, which is a marker for more severe disease. So large defect ആണ്, വലിയൊരു ഹോൾ ഉണ്ട്, ഒത്തിരി കണ്ടൻസ് ഒക്കെ തിരിച്ച് അങ്ങോട്ട് ചെസ്റ്റ് ക്യാവിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുക, എത്രമാത്രം അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് തിരിച്ച് കണ്ടൻസ് പോകുന്നോ അത്രയും സാധനങ്ങളെ തിരിച്ച് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് ഇട്ട ശേഷം വി വിൽ അപ്ലൈ എ പ്രോസ്തെറ്റിക് പാച്ച്. എൻഡ് ടു എൻഡ് അനാസ്റ്റമോസിസ് നമ്മൾ ചെയ്യില്ല, അതിന് പകരം ഒരു പ്രോസ്തെറ്റിക് പാച്ചാണ് അപ്ലൈ ചെയ്യുക. In some cases, the abdominal cavity is too small to accommodate the abdominal contents. സോ ചില കേസുകളിൽ കുട്ടിയുടെ വലിപ്പം വളരെ കുറവാണെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് അധികം വലിപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈനെയും അതുപോലെ തന്നെ ഹെർണിയേറ്റ് ചെയ്ത കണ്ടൻസിനെയും ഒക്കെ കൂടി ഒന്നിച്ച് ഉൾക്കൊള്ളാനായിട്ട് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പറ്റില്ല. ആ കേസിൽ നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. So in this cases, closure of the abdomen is not possible. A prosthetic patch is closed over the top of the abdominal contents, leaving a ventral hernia which will be repaired at a later time. So ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുക, അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കണ്ടൻസ്, മാക്സിമം കണ്ടൻസിനെ റെഡ്യൂസ് ചെയ്ത ശേഷം എൻഡ് ടു എൻഡ് അനാസ്റ്റമോസിസിന് പകരം ഒരു പ്രോസ്തെറ്റിക് പാച്ച് നമ്മൾ അപ്ലൈ ചെയ്യും. ആൻഡ് വെൻട്രൽ ഹെർണിയ അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് ഒരു പാച്ച് മാത്രമാണ് അതിൻ്റെ മുകളിൽ വെക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി ലേറ്റർ repaired once the baby's size is adequate enough to accommodate all the abdominal contents. Chest tube is inserted on the unaffected side to prevent pneumothorax, and yet another chest tube is inserted on the affected side also, as this lungs is hypoplastic
and take several weeks to expand.